നമസ്കാരം. നമ്മുടെ നാട്ടിൽ എന്ത് വിവാദം വന്നാലും, പ്രത്യേകിച്ച് വിവാദം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നിരന്തരം മാധ്യമങ്ങളുടെയും ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒത്തൊരുമിച്ചുള്ള ഗൂഢാലോചനയിൽ അത്തരം കഥകളും അത്തരം വിവാദങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വിവാദം അടുത്ത ദിവസവും വന്ന് പൊളിഞ്ഞു പാളീസായി. എന്താണ്? എക്സാലോജി കമ്പനി എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പൂട്ടിപ്പോയൊരു കമ്പനി, അതിന് അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇപ്പോഴും അക്കൗണ്ട് ഉണ്ട്, വിദേശത്ത് ആ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു പച്ച നുണ ഷോൺ ജോർജ് എന്ന BJP നേതാവ് ഉയർത്തിവിടുകയും അതിനെ ചർച്ച ചെയ്യുകയും ചെയ്ത മാധ്യമങ്ങൾ. പക്ഷേ ആ വിഷയം പൊളിഞ്ഞടുങ്ങുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വീണ വിജയൻ പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യമേ ചോദിക്കുന്നില്ല. കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. കാര്യം അവർക്കെതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങളിൽ ഒന്ന് അതേപടി ഉയർത്തിക്കൊണ്ടുവന്നവരുടെ മൂഢത്തനം കൊണ്ട് തന്നെ പൊളിഞ്ഞടുങ്ങുകയാണ്. ആ വിഷയത്തിൽ വേണമെങ്കിൽ ഇത്രയും ദിവസം അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെ എല്ലാത്തിനെയും കൂടി റദ്ദാക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൊടുക്കാനുള്ള അവസരം വീണ വിജയനുണ്ട്. പക്ഷേ ആ വീണ വിജയൻ ഓർ വീണ തൈക്കണ്ടിയിൽ ഇത്തവണയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നില്ല. തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസരം തന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അജണ്ടയിലും മാധ്യമങ്ങളുടെ ആവശ്യാനുസരണം ചില നേതാക്കന്മാരുടെ ഗൂഢാലോചനയിൽ പൊട്ടിമുളച്ചു വരുന്ന പല നുണക്കഥകളും അതെല്ലാം വന്നതുപോലെ തകർന്നടിയുമെന്നുള്ള ആത്മവിശ്വാസം വീണ തൈക്കണ്ടിയിൽ അഥവാ വീണ വിജയൻ ഉണ്ടെന്ന് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുകയാണ്. ഇതിന് തൊട്ടു മുന്നോടിയായിട്ട് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് വന്ന 1,72,00,000 രൂപ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനം എന്താണ്, മറുപടി പറയണമെന്ന് പറഞ്ഞു. അന്നും അവർ മറുപടി പറഞ്ഞില്ല. കാര്യം ഇവർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഥകൾ, ഇവർ കൊണ്ടുവരുന്ന പല തരത്തിൽ വാലും തുമ്പുമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ മറുപടി പറഞ്ഞാലും അതും വിവാദമാണ്. ആ മറുപടിയെ വെച്ചിട്ട് അവരെ വല്ലാതെ തേജോവധം ചെയ്യണം, ആ മറുപടി വെച്ചിട്ട് അവരെ വല്ലാതെ വിമർശിക്കണം, ക്രൂശിക്കണം. ഇതാണ് ഇവർ ഉണ്ടാക്കുന്ന അജണ്ട. അതായത് ഒരു അജണ്ട സെറ്റ് ചെയ്ത് വയ്ക്കുക, ഇതിലേക്ക് ആളെ കൊണ്ടുവരിക, അവർ പറയുന്ന കാര്യങ്ങളിൽ അത് തെറ്റാണെന്ന് ഒരു പക്ഷെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റാണെന്ന് പറയുന്ന കാര്യത്തെ വെച്ചിട്ട് അവർ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും. അങ്ങനെ അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കൂടുതൽ അവഹേളിക്കുക, അപമാനിക്കുക, അവർ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് വരുത്തി തീർക്കുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അപ്പോൾ അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിലും ഇവർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. കാര്യം ഇവർക്കെതിരെ തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾ നിർത്തണം. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുടുംബത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ കൂടുതൽ അദ്ദേഹം അശക്തനാകുമെന്നുള്ള ഒരു പൊതുവിചാരമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകനെ വേട്ടയാടിയിരുന്നത് പോലെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഇപ്പോ കോടിയേരിയുടെ മകനെ ആർക്കും ഒരു കേസുമായി ബന്ധപ്പെട്ട് വേണ്ട, അദ്ദേഹത്തിന്റെ പിന്നാലെ പോകുന്നത് മാപ്രകൾ അവസാനിപ്പിച്ചു. ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാർ, അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗുകാർ, ഇപ്പൊ ബിനീഷ് കോടിയേരി എന്ന വ്യക്തിയുടെ ജാതകം ആർക്കും ചെയ്യേണ്ടതില്ല. ഇപ്പോ അവർക്ക് വേണ്ടത് പിണറായി വിജയന്റെ കുടുംബമാണ്. കാര്യം പിണറായി വിജയൻ എന്ന വ്യക്തിയെ അറ്റാക്ക് ചെയ്ത് കൂടുതൽ ദുർബലനാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യുക. സ്വാഭാവികമായും തനിക്ക് നേരെ വരേണ്ട ആരോപണങ്ങൾ കുടുംബത്തിന് നേരെ വരുമ്പോൾ ഒരു വ്യക്തി അശക്തനാകും, ദുർബലനാകും എന്നുള്ള ഒരു പൊതു ചിന്താഗതി, ഒരു പൊതു ടാക്ടിക്സിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അവർക്കെതിരെ നിരന്തരം മാധ്യമങ്ങളിലൂടെ വാർത്തയടിക്കുന്നത്. അതിനെ സംബന്ധിച്ച് KM ഷാജി എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു സംശയമില്ലാതെ മുഖ്യമന്ത്രിയുടെ മകള് അറസ്റ്റിൽ വഴങ്ങേണ്ടി വരും. കാരണം അത്ര വലിയ തെളിവുകൾ ലാവ്ലിൻ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പൊ പുതിയ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതൊക്കെ ഒറ്റ നെക്സസ് ആണ്. കട്ട് കൊണ്ടുപോയത് ഏത് കുടുംബത്തിലുണ്ടെങ്കിലും തിരിച്ചു പിടിച്ച് ഈ നാട്ടിലെ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാവുന്ന രാഷ്ട്രീയ പോരാട്ടമാണ്. മുഖ്യമന്ത്രിയിലേക്ക് എത്തണമല്ലോ, മകളിലേക്ക് എത്തിയാൽ പിന്നെ മുഖ്യമന്ത്രി ഇനി അതിൻ്റെ അപ്പുറത്ത് എവിടെ എത്തേണ്ടത്? ഒരാൾക്ക് മകളെക്കാൾ കൂടുതൽ ഒരു ഷീൽഡ് വേറെ ഏതാണ് ഒരു മനുഷ്യനെ സൂക്ഷിക്കാനാവുക? കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ തന്നെയാണ്. ആ ഷീൽഡ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കൊരു വലിയ ആയുധമുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതായത് രാഷ്ട്രീയ നേതാക്കന്മാരെ നേരിട്ട് ഫൈറ്റ് ചെയ്യാനോ നേരിട്ട് അവർക്ക് പോരാടാൻ അശക്തനാണ്, അവരെ ആശയങ്ങൾ കൊണ്ടോ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയോ അവരെ വിമർശിക്കാൻ അവസരമുണ്ടാകാതെ വരുമ്പോൾ കഥകൾ മെനയുക, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുക, ഏതെങ്കിലും ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വെച്ചുകൊണ്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലുണ്ടാക്കി ആ രീതിയിൽ ചർച്ചകൾ ഉണ്ടാക്കി ഈ നാട്ടിൽ അപമാനിക്കുക, അവഹേളിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരു പൊതുരീതി അവലംബിക്കുന്നിടത്താണ് കെട്ടിച്ചമച്ച ഒരു വാർത്ത അപ്പൊ തന്നെ ഫ്ലോപ്പ് ആകുന്നത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത് BJP നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ആണ്. കാര്യം ഷോൺ ജോർജ് ഈ അടുത്ത കാലത്ത്
എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അടുത്തത് പിണറായി വിജയനെതിരെയും വീണ വിജയനെതിരെയും അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി വന്ന ചുണക്കുട്ടനാണ് സംഘപരിവാറിനെയും കോൺഗ്രസിനെയും സംബന്ധിക്കുന്നിടത്തോളം ഷോൺ ജോർജ്. കൊണ്ടുവന്നത് പൊട്ടത്തരമാണ്, തകർന്ന് തരിപ്പണമായി. ഈ സന്ദർഭത്തിൽ വേണമെങ്കിൽ ഇന്നലകളിൽ ഉയർന്ന ആരോപണങ്ങളെ എല്ലാം റദ്ദാക്കുന്ന തരത്തിൽ വീണ വിജയന് വന്ന് മറുപടി പറയാമായിരുന്നു. അവർ പറഞ്ഞില്ല. അത് മാന്യത തന്നെയാണ്. കാര്യം ആ മാന്യത തന്നെയാണ് വേണ്ടത്. കാര്യം ഇവർ ഒരു സമയത്ത് നെഗറ്റീവ് അടിക്കുമ്പോഴോ ഇവർ കൊണ്ടുവന്ന ഒരു നെഗറ്റീവ് പൊളിഞ്ഞ് പോസിറ്റീവ് ആകുമ്പോഴോ അതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിശബ്ദത പാലിച്ചാൽ മതി. നമ്മൾ ശരിയാണെന്ന് കാലം തെളിയിച്ചോളും. അത് കാലത്തിന് വിട്ടുകൊടുക്കുക. അല്ലാതെ ഇവരുടെ ഈ കൂട്ടക്കൊരയലിന് മറുപടി പറയാൻ നടന്നാൽ ആ കൊരയല് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ലാതെ അത് നമ്മുടെ മറുപടി കേട്ട് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. കാര്യം അവർ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ കാര്യങ്ങൾ പോകും. അതിലൂടെ കൊണ്ടുപോകാനേ അവർക്ക് കഴിയുള്ളൂ. അപ്പോ ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് വീണ വിജയൻ മറുപടി പറഞ്ഞില്ല, അല്ലെങ്കിൽ വീണ വിജയനെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോ ഈ എക്സാലോജി കൺസൾട്ടന്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാർ വരുന്നു എന്നൊക്കെ ക്രൈം നന്ദകുമാറിനെ പോലുള്ള മഞ്ഞക്കാരന്മാരൊക്കെ എഴുതി പിടിപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ല. വീണ വിജയൻ പുലർത്തുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള രീതി. അതായത് തനിക്ക് തന്നെ ബോധ്യമുണ്ട്, താൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ തനിക്ക് തന്നെ ഉത്തമ വിശ്വാസമുണ്ട്. ബാക്കിയൊക്കെ കാലം തെളിയിച്ചു തരും. അതല്ലേ പല കാര്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ഷേപങ്ങൾ കൊണ്ട് അങ്ങ് നിറയ്ക്കുകയാണ്. പക്ഷേ അത് എത്തേണ്ടടുത്ത് എത്തുമ്പോൾ ചവറ്റുകുട്ടയിലാണ് ആ ആരോപണങ്ങളുടെ സ്ഥാനമെന്ന് എത്ര തവണ തെളിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കും ഇപ്പോൾ കെട്ടിച്ചമയ്ക്കുന്ന പല കാര്യങ്ങൾക്കും അവർ ശരിയാണെന്നും അവർ ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ആവലാതിയോ ആശങ്കയോ ഇല്ലെന്നും തന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് വീണ വിജയനും പിണറായി വിജയനും ഉറപ്പുള്ളിടത്തോളം കാലം നിങ്ങൾ എത്രമാത്രം അലമുറയിട്ട് അലറി വിളിച്ചാലും അവർ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടേണ്ടതില്ല. അവർക്ക് അവരിൽ വിശ്വാസമുണ്ടെന്നും അവർ ചെയ്ത പ്രവൃത്തിയിൽ കളങ്കമില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളിടത്തോളം കാലം ബാക്കിയുള്ളതെല്ലാം ആരോപണം ഉന്നയിക്കുന്നവരുടെ മുന്നിലേക്ക് കാലം തെളിയിച്ചു വെക്കും. വ്യക്തിയുടെ നിഷ്കളങ്കത അങ്ങനെ തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.